യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം 51 അധ്യായം 7 തിരുവചനം. ന്യായമറിയുന്നവരും എൻ്റെ നിയമം ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവരുമായ ജനമേ, എൻ്റെ വാക്ക് കേൾക്കുവിൻ. മനുഷ്യരുടെ നിന്ദനത്തെ ഭയപ്പെടുകയോ ശകാരങ്ങളിൽ സംഭ്രമിക്കുകയോ വേണ്ട. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ദൈവത്തെ ഭയപ്പെടുന്ന ദൈവസ്നേഹത്തിലായിരിക്കുന്നവർക്ക് ദൈവം തരുന്ന വലിയ വാഗ്ദാനത്തിൻ്റെ വചനം. സ്നേഹവും കരുണയുള്ള ജനത്തിന്, എല്ലാത്തിനും വലിയ ദൈവത്തെ സ്നേഹിക്കുന്ന, നമ്മളെപ്പോലെ മറ്റുള്ളവരെ സ്നേഹിക്കുന്ന സ്നേഹത്തിൻ്റെ ഉറവിടങ്ങളായിട്ടുള്ളവർക്ക് പറയാം, നിൻ്റെ ഭാവി നിശ്ചയിക്കുന്നത് നിനക്ക് ഇനിയുള്ള ജീവിതത്തിലെ മതിപ്പും ഉയർച്ചയും. നിനക്ക് നീ ആരെല്ലാം എന്തൊക്കെ പറഞ്ഞാലും, ഒരുപക്ഷെ നമ്മുടെ പ്രിയപ്പെട്ടവർ മറ്റുള്ളവർ നിന്നെ നിന്ദിക്കാം, ശകാരിക്കാം, നമ്മളെ കൊള്ളത്തില്ലെന്നൊക്കെ പറയാം, നമുക്കതിന് യോഗ്യതയില്ലെന്ന് പറയാം. പക്ഷേ നമ്മുടെ കളറും സൗന്ദര്യമോ വിദ്യാഭ്യാസമോ പലതും ഇങ്ങനെ മാനദണ്ഡമാക്കിക്കൊണ്ട് കുറ്റപ്പെടുത്തുന്നവരുടെ മുമ്പിൽ തമ്പുരാൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുക. നീ ദൈവകൽപ്പനകൾ പാലിക്കുന്ന, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ നിയമം ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന വ്യക്തിയാണ്. നീ ന്യായമറിയുന്ന, ന്യായം ചെയ്യുന്ന, മറ്റുള്ളവരോട് അന്യായം ചെയ്യാത്തൊരു വ്യക്തിയാണ്. തമ്പുരാൻ്റെ സ്നേഹം നമ്മുടെ ഉള്ളിലുണ്ട്. എല്ലാറ്റിനുപരി ദൈവത്തെ സ്നേഹിക്കാനും നമ്മളെപ്പറ്റ മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറഞ്ഞ ആ വലിയ കൽപ്പന എൻ്റെ നിങ്ങളുടെ ഹൃദയത്തിലുണ്ടോ? നമ്മളത് പാലിക്കുന്ന വ്യക്തിയാണോ? തമ്പുരാൻ ഓർപ്പിക്കുക, നീ ഒന്നും ഓർത്ത് വിഷമിക്കേണ്ട. കുറ്റപ്പെടുത്തുന്നവരെയും പഴി പറയുന്നവരുടെയും നിന്ദിക്കുന്നവരുടെയും കുറവ് പറയുന്നവരുടെയൊക്കെ മുമ്പിൽ നീ നെഞ്ചു വിരിച്ച് നിൽക്കാം. നീ അവരുടെ മുമ്പിലൊന്നും തലകുനിക്കേണ്ട ഒരു കാര്യമില്ല. കാരണം എന്നെയും നിങ്ങളെയും ന്യായം വിധിക്കുന്ന തമ്പുരാൻ നമ്മളോട് പറയുക, നീ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ടത്, ഒന്നും ഓർത്ത് സംഭ്രമിക്കേണ്ടത്. കാരണം നിൻ്റെ ഭാവിയും മതിപ്പും ഉയർച്ചയുമൊക്കെ ഞാനാണ് നിശ്ചയിക്കുന്നതെന്ന്. അതുകൊണ്ട് തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ പൂർണ്ണമായും കൊടുത്തിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും കുറ്റപ്പെടുത്തലിൻ്റെയും ഒറ്റപ്പെട്ടപ്പോഴും നമ്മളുടെ കുറവുകൾ പറഞ്ഞപ്പോഴൊക്കെ ഞാൻ പരിഭ്രമിച്ചിട്ടുണ്ട്, ഒത്തിരി വിഷമിച്ചിട്ടുണ്ട്, സങ്കടപ്പെട്ടിട്ടുണ്ട്. എന്നെ കൊള്ളത്തില്ലെന്ന് പലപ്പോഴും നമ്മൾ തന്നെ തോന്നിയിട്ടുണ്ട്. പലപ്പോഴും ഒറ്റപ്പെടാനും മാറി നിൽക്കാനും ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ ഈശോയെ, നിൻ്റെ വചനം ഓർമ്മിക്കുന്നത് നിൻ്റെ ന്യായവും, പ്രത്യേകിച്ച് ദൈവികമായൊരു ന്യായവും, മറ്റുള്ളവരോട് കരുണ കാണിക്കുന്ന, മറ്റുള്ളവരെ സ്നേഹിക്കുന്ന ഒരു ഹൃദയം ഉണ്ടെങ്കിൽ ഒന്നും ഭയപ്പെടേണ്ട തമ്പുരാനെ നിൻ്റെ വചനം ഞങ്ങളെ പഠിപ്പിക്കുക. എൻ്റെ കർത്താവെ, നിന്നിൽ ആശ്രയിച്ചുകൊണ്ട് നിർഭയനായി മുന്നോട്ട് പോകാൻ, നിന്നിൽ പൂർണ്ണമായും പ്രത്യാശ വെച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ പടവുകൾ ചവിട്ടിക്കയറാൻ കർത്താവെ, നിൻ്റെ കൃപ എനിക്ക് വേണം. നിൻ്റെ സ്നേഹത്താൽ ഞാൻ നിറയ്ക്കണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.